വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിലെ രജിസ്ട്രേഷൻ നിരക്കുകളിലെ ഇളവ് ഖത്തറിലെ സംരംഭകർക്ക് വലിയ ആശ്വാസമായിരിക്കുകയാണ്. ഇതോടൊപ്പം കമ്പനി സ്വന്തം പേരിലേക്ക് മാറ്റാനുള്ള അവസരവും നിരവധി പേർ ഉപയോഗപ്പെടുത്തുന്നതായി ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നു. ഖത്തറിലെ സംരംഭകർക്ക് ആശ്വാസമായി അടുത്തിടെയാണ് വാണിജ്യ വ്യവസായ മന്ത്രാലയം രജിസ്ട്രേഷൻ നിരക്കുകളിൽ ഗണ്യമായ കുറവ് വരുത്തിയത്. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നവർക്കൊപ്പം നിലവിലുള്ള സ്ഥാപനങ്ങൾക്കും ഇതിന്റെ ആനുകൂല്യം ലഭിക്കും. ഇപ്പോൾ ഒരു 1 വീക്ക് ബിഫോർ ആണ് നമുക്കിപ്പോൾ ഈ ഒരു ഫീസ് സ്ട്രക്ചറൊക്കെ മാറിയിട്ടുള്ളത്. ഇപ്പോൾ ലാസ്റ്റ് തേഴ്സ്ഡേ 11-ാം തീയതി മുതലാണ് നമുക്കിത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഫീസ് സ്ട്രക്ചറിൽ വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 90% ആണ് ഇപ്പോൾ ഖത്തർ ഗവൺമെൻറ് നമുക്കത് തന്നിട്ടുള്ളത്, മീൻസ് അലോഡ് ആക്കിയിട്ടുള്ളത്. അതിൽ ഏകദേശം നമുക്ക് പുതിയൊരു കമ്പനി എടുക്കുമ്പോഴും അല്ലെങ്കിൽ അതിൻ്റെ റിന്യൂവൽ വരുന്ന സമയത്തും എല്ലാത്തിലും അതിൻ്റെ 90% ഇപ്പോൾ അത് നമുക്കതിൽ റിഫ്ലക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഫീസ് സ്ട്രക്ചറിൽ. ഇതോടൊപ്പം തന്നെ കമ്പനി സ്വന്തം പേരിലേക്ക് മാറ്റാനുള്ള സൗകര്യവും നിരവധി പേരാണ് ഉപയോഗപ്പെടുത്തുന്നത്. 100% ഉടമസ്ഥതയിൽ കമ്പനി തുടങ്ങാമെന്നതുപോലെ തന്നെ നിലവിലുള്ള കമ്പനികൾ സ്വന്തം പേരിലേക്ക് മാറ്റാനും ഇപ്പോൾ അനായാസം സാധിക്കും. അത് ആദ്യം ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം അതിൻ്റെ എലിജിബിലിറ്റി നോക്കുക എന്നുള്ളതാണ്. നമുക്ക് ആ ഒരു ആക്ടിവിറ്റി ഇപ്പോൾ ഖത്തർ ഗവൺമെൻറ് നമുക്ക് എല്ലാ ആക്ടിവിറ്റീസും നമുക്കതിൽ ചെയ്യാൻ അതിൽ അവർ പെർമിഷൻ തരുന്നില്ല. അത് നമ്മൾ ആദ്യം അത് ചെക്ക് ചെയ്യുന്നു. ചെക്ക് ചെയ്തതിന് ശേഷം അതിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വളരെ ഈസി ആയിട്ട് ചെറിയൊരു ഷെയർ സെയിൽ പ്രോസസ്സിലൂടെ നമുക്കത് മാറ്റാവുന്നേ ഉള്ളൂ. എക്സിസ്റ്റിംഗ് കമ്പനി നമുക്ക് 100 മാറ്റാം. ഖത്തറിയെ റിമൂവ് ചെയ്തിട്ട് ഖത്തറിയെ നമുക്ക് മാറ്റിയിട്ട് ആ ഷെയറൂടെ നമുക്ക് എക്സ്പാറ്റിൻ്റെ പേരിലോട്ട് മാറ്റാൻ പറ്റും. സ്വന്തം പേരിലേക്ക് മാറുമ്പോൾ നികുതി നിരക്കിൽ മാറ്റം വരും. പക്ഷേ സ്ഥാപനം സ്വന്തം ഉടമസ്ഥതയിലേക്ക് മാറ്റുന്നതിന് മറ്റു ആശങ്കകൾ വേണ്ടതില്ലെന്നാണ് കമ്പനി രൂപീകരണവുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നൽകുന്ന വിദഗ്ധർ പറയുന്നത്. മീഡിയ 1 ദോഹ.